മിനിസ്റ്റർ ചിഞ്ചുറാണി കൂടി ചേരുന്നുണ്ട്. മിനിസ്റ്റർ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ പല ആൾക്കാരുടെ ഉപജീവന മാർഗം പശുവൊക്കെ ഉണ്ടല്ലേ? ഇതിനകത്ത് പശുവുള്ള എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ? പശുവും കാലിത്തൊഴുത്തും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടോ? നമ്മുടെ ഈ ക്യാമ്പിലായിരിക്കും അവരെല്ലാവരും, ക്യാമ്പിൽ നിന്നാണ് വന്നത്. ഓക്കെ. അപ്പോൾ ചിഞ്ചുറാണി മിനിസ്റ്റർ, നമുക്കിപ്പോൾ അവർക്ക് ചിലർക്കെങ്കിലും പശുക്കളെ ആവശ്യമുണ്ട്, ചിലരെങ്കിലും പശുക്കളെ നഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടൊരു ജീവിതം നമുക്ക് കൊടുക്കണം. ഇവരുടെയൊക്കെ ഒരു ആവശ്യം ചൂരൽമലയിൽ സ്കൂൾ അതേപടി നിർമ്മിക്കുക എന്ന് പറയുന്നൊരു ആവശ്യമാണ് ഇവർ മുന്നിൽ വയ്ക്കുന്നത്. തീർച്ചയായും പഠനം റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് അന്തിമ തീരുമാനം പറയാൻ കഴിയൂ. പക്ഷേ അതേസമയം പശുക്കളെ വളർത്തി ഉപജീവനം നടത്തിയിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട പശുക്കളെ അടക്കം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അവരിത് കേൾക്കുന്നുണ്ട്. അവർക്ക് മിനിസ്റ്റർ പറയുന്ന വാക്കുകൾ ആശ്വാസകരമായിരിക്കും. ചിഞ്ചുറാണി മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറോട് കൂടി തന്നെയാണ് ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ചില സംശയങ്ങൾക്ക് മറുപടി ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഞങ്ങൾ മുഴുവൻ മരണപ്പെട്ട പശുക്കളുടെ ഉൾപ്പെടെ ഞങ്ങൾ കണക്കുകൾ മുഴുവൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളത് ഗവൺമെൻറ്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴുത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, കർഷകർ തന്നെ, ക്ഷീരകർഷകർ തന്നെ മരണപ്പെട്ട നിരവധി പേരുണ്ട്. അപ്പോൾ അവരെയെല്ലാം തീർച്ചയായിട്ടും ഗവൺമെൻറ് നല്ല രീതിയിൽ സഹായിക്കും. ഞങ്ങളിപ്പോൾ കണക്കെടുത്ത് അനുസരിച്ച് മരണപ്പെട്ട പശുക്കളുടെ അതിൻ്റെ ഉടമകളുണ്ടെങ്കിൽ കൃത്യമായ നിലയ്ക്ക് അവരെ പശുക്കളെ കൊടുപ്പിക്കുവാൻ, അവർക്ക് ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് അനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുവാൻ, അവർക്ക് ഇപ്പോഴും വേണ്ടുന്ന മുഴുവൻ തീറ്റകളും ഞങ്ങൾ സംഭരിച്ച് എല്ലാ ക്ഷീര സംഘങ്ങൾ മുഖേന ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചൂരൽമലയിലെ ഉൾപ്പെടെ പശുക്കളെ അഴിച്ചു വിട്ടിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അതിന് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഞാൻ ബെയിലി പാലത്തിൻ്റെ സമീപം അതിൻ്റെ തീറ്റകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ റിപ്പോർട്ടർ ചാനലുമായിട്ട് സംസാരിച്ചിട്ട് അന്ന് തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചൂരൽമലയിൽ പോകണം, നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റാവുന്ന പശുക്കളെ പിടിച്ചു കെട്ടി ക്യാമ്പുകളിൽ തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞു. അവരതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പശുക്കളെ പിടിച്ചു കെട്ടാൻ നമുക്ക് അവിടുത്തെ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് ആൾക്കാർ വിടുതൽ ചെയ്ത് പോകുന്നുണ്ട്, ബന്ധുവീടുകളിലേക്ക് പോകുന്നുണ്ട്, മറ്റ് ക്യാമ്പുകളിലേക്ക് അവരെ മാറ്റുന്നുണ്ട്. നമ്മുടെ സ്കൂളുകൾ എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് ഉൾപ്പെടെ അവിടെ നടത്തി കഴിഞ്ഞു. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. പ്രത്യേകിച്ച് മൃഗസംരക്ഷണ ക്ഷീരമേഖലകളിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നമുക്ക് ക്ഷീരകർഷകരെ കൊണ്ടുപോകാനും പുതിയ കർഷകരെ നമുക്ക് ഈ മേഖലകളിലേക്ക് കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനത്തിൽ ദ്രുതഗതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ പറയുകയാണ്. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. അത് വലിയ ആശ്വാസകരമാണ്. നഷ്ടപ്പെട്ട ഓരോ പശുവിനും പകരം പശുവിനെ തിരിച്ചു കൊടുക്കും എന്നുള്ള ഉറപ്പ് തീർച്ചയായിട്ടും ഈ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യർക്ക് ദുരന്തത്തിനിടയിലും ഒരു ആശ്വാസ വാർത്തയാണ്. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്.